വിനോദസഞ്ചാരത്തിന് പോകുന്ന ആൾക്കാരോട് വെള്ളക്കെട്ടിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം വെക്കുമ്പോൾ അധികൃതരുടെ നിർദ്ദേശത്തെ മാനിക്കാതെ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചെടുക്കുന്നത് ഡെഡ് ബോഡികളാണെങ്കിൽ, നിയമലംഘനത്തോടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോയ യാത്ര തിരിച്ചു വരുന്നത് ഒരു വാഹനത്തിലാണ് പോയതെങ്കിൽ നിരവധി ആംബുലൻസുകളിലായിട്ട് ഡെഡ് ബോഡികൾ തിരിച്ചു വരുന്ന വാർത്തകളാണ് കാണുന്നതും കേൾക്കുന്നതും. ഏറെക്കുറെ സൂചിപ്പിച്ചതുപോലെ അശ്രദ്ധയാണോ നിയമലംഘനമാണ് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് ഞാൻ ഓതി വെച്ച ആയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റക്കും, വിശ്വാസികളെ നിങ്ങളൊരു കരുതലുകൾ സ്വീകരിക്കണം. വലാ തുൽഖൂ ഐദീകും ഇലാ തഹ്ലുക, മറ്റൊരായത്ത്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇട്ടുകളയരുത്, നാശത്തിലേക്ക് ഇടരുത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഇനാത്തു മിനല്ലാഹ് വൽ ഉജ്റത്തു മിനശ് ശൈത്വാൻ. ശാന്തത ഏത് കാര്യത്തിലാണെങ്കിലും ശരി, ഡ്രൈവ് ചെയ്യുന്ന വിഷയത്തിൽ മാത്രമല്ല, മറ്റേ ഒന്നല്ല, എല്ലാ വിഷയത്തിലും ശാന്തതയുണ്ടായിരിക്കണം. ശാന്തത അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. എങ്കില് വൽ ഉജ്റത്തു മിനശ് ശൈത്വാൻ, ധൃതി എന്നത് പിശാചിന്റെ മാർഗമാണ് എന്ന റസൂലിന്റെ വാക്ക് എന്റെ മുന്നിലിരിക്കുന്ന, എന്നെ കേൾക്കുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഞാനിത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ശാന്തത അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ ധൃതി എന്നത് അത് പൈശാചികമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഒരു രംഗത്തും ധൃതി പാടില്ല. നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞും ഉള്ള പല സംഗതികളുമുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, ലാ യുൽദഉൽ മുഅ്മിനു മിൻ ഹുജ്രിൻ മർറത്തൈനി, ഒരു ദ്വാരത്തിൽ നിന്ന് 2 പ്രാവശ്യം ഒരു വിശ്വാസിയെ പാമ്പ് കടിക്കില്ല എന്ന് പറഞ്ഞാല് ഒരിക്കൽ കടിച്ചാൽ പിന്നെ അതിലേക്ക് പോയി കൈയിടില്ല എന്നതാണ് അതിന്റെ സാരം. ഇതിനൊരു പശ്ചാത്തലമുണ്ട് റസൂൽ പറയാൻ. ബദർ യുദ്ധത്തിൽ അബൂ അസ ജംഹി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിക്കപ്പെട്ടു. അയാൾ നല്ല പ്രശസ്തനായ ഒരു കവിയാണ്. അതിന്റെ കവിതയിൽ കൂടിയിട്ട് ഇസ്ലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വിമർശിക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കവിതകൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കവിയായിരുന്നു. അയാളെ പിടിച്ചപ്പോ അയാളെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയെ, എന്റെ കുടുംബം പാവമാണ്, എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണ്, എന്നൊന്നും ചെയ്യരുത്, അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്കണം, ഇനി മേലിൽ ഒരിക്കൽ കവിതയും ഇസ്ലാമിനെതിരെ ഞാൻ എഴുതില്ല, പ്രവാചകനെതിരെ ഞാൻ എഴുതില്ല. അങ്ങനെ അയാൾ വിട്ടുകൊടുത്തു. പിറ്റേത്തെ കൊല്ലമാണ് ഉഹദ് യുദ്ധം ഉണ്ടാകുന്നത്. ഉഹദ് യുദ്ധത്തിലും അയാളെ പിടിക്കപ്പെട്ടപ്പോൾ അയാൾ ഇതേ വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, ഒരു തവണയേ ഒരു ദ്വാരത്തിൽ നിന്ന് പാമ്പ് കടിക്കുകയുള്ളൂ. ഇത് പറഞ്ഞത് ഒരു തവണ മാത്രമേ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ഒരു കാര്യം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവത്തിൽ കൂടെ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണ്. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അപകട സാധ്യതകളെല്ലാം സൂക്ഷിക്കണം. ചില കരുതലുകൾ എല്ലാ രംഗത്തും നമുക്കുണ്ടാകേണ്ടതുണ്ട്. മുന്നറിയിപ്പുകൾ നമ്മളെ അത് അവഗണിച്ച് കളയാൻ പാടില്ല. മുന്നറിയിപ്പുകൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൂടി നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നു ചില മുന്നറിയിപ്പുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ കൂടി ചില മുന്നറിയിപ്പുകൾ നമ്മെ ഹദീസ് മുഖേന നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിനപ്പുറം ഓരോ മേഖലയിലുമുള്ള ഓരോ അധികൃതരുടെ മുന്നറിയിപ്പുകളുണ്ട്. നമ്മളെ
ഒരു ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ ഫോറസ്റ്റിന്റെ അധികൃതർ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന്. നമ്മളത് അംഗീകരിക്കണം. പ്രവേശിച്ചാൽ എന്ത് എന്നുള്ള ചോദ്യം അവിടെയില്ല. ഒരു ഡാം കാണാൻ പോയാൽ ആ ഡാമിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഒരു റോഡ് കാണിയാൽ അധികൃതർ ഒരു ബോർഡ് വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടയാണ്, പ്രവേശിക്കാൻ പാടില്ല എന്ന്. അവിടുന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ പരിശുദ്ധ അല്ലാഹു തആലയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ നോക്ക്. 1912 ഏപ്രിൽ മാസത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പുറപ്പെട്ട ഒരു ടൈറ്റാനിക് കപ്പൽ എന്ന് പറയുന്ന ഒരു കപ്പൽ ഉണ്ടായിരുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ ദുരന്തമായിരുന്നു അത്. 1500 പരം ആൾക്കാർ മരണപ്പെട്ടു പോയൊരു കടൽ ദുരന്തം. അത് ഒരു ഐസ് മലയോട് പോയി ഇടിച്ചതായിരുന്നു. ഒരുപാട് നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ ആ കപ്പിത്താന് നൽകിയിട്ടുണ്ടെങ്കിലും ആ കപ്പലിൽ നിയന്ത്രിച്ച കപ്പിത്താൻ ഇതിന്റെ അഹങ്കാരം, അയാൾ അത് അംഗീകരിച്ചില്ല, മുന്നറിയിപ്പുകൾ മാനിച്ചില്ല. ഇത് അനുഭവങ്ങളാണ്. ഇത്തരം അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്നല്ല, രണ്ടല്ല, നിരവധി അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദ്ഫി വഖാല ഇന്നഹാ ലാ തഖ്തുലു സ്വൈദ വലാ തൻഖഉ അൽ അദുവ വലാകിന്നഹാ തുബ്സിറു സിന്ന വതൻഖഉ അൽ ഐന വതൻകസിറു അൽ ഐന. റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ചില കുട്ടികൾ, ചില ആൾക്കാർ ചെറിയ കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഏറ് കളിച്ചു. നിങ്ങൾ നോക്കണം, അപകട സാധ്യതകളെ കണ്ടപ്പോ റസൂൽ അത് വിരോധിക്കുകയാണ്. കല്ലെടുത്ത്, ചെറിയ കല്ല്, റസൂൽ പറയുന്നു ഈ കല്ല് കൊണ്ട് ഒരു വേട്ട മൃഗത്തെ കൊല്ലാൻ കഴിയില്ല, ശത്രുവിനെ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ വെറുതെ കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു. കുട്ടികൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ നോ പറഞ്ഞു, പാടില്ല. ഇത് നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ആയുധമാണ്. നിങ്ങൾ ആരുടെയെങ്കിലും കണ്ണിലേക്ക് അത് ചെന്ന് പതിച്ചാൽ കണ്ണ് പൊട്ടിപ്പോകും, പല്ലിലേക്ക് അത് ചെന്ന് പതിച്ചാൽ പല്ല് പൊട്ടിപ്പോകും, അപകട സാധ്യതയുണ്ട്, നിങ്ങളത് കളിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപകട സാധ്യതയുള്ളതിന് മാറി നിൽക്കണമെന്നാണ് റസൂലിന്റെ നിർദ്ദേശം, കരുതലുകൾ. നിങ്ങൾ നോക്ക്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു വിശ്വാസിയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, വഇദാ നിംതും ഫത്ഖഊഹ അഗ്ലിഖുൽ ബാബ വഅഖുസ് സിഖാഅ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണം, വിളക്ക് കെടുത്തി കളയണം. തീ പടർന്നു പിടിക്കാൻ, ഷോർട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതി ഉണ്ടാകരുത്. ഗ്യാസിന്റെ സിലിണ്ടറുകൾ ഓഫ് ആക്കണം, കാരണം അത് സുരക്ഷിതത്വമാണ്. അതുപോലെ നിങ്ങൾ വാതിൽ അടച്ചു കിടക്കണം. വാതിൽ തുറന്നിട്ടാൽ ശത്രുക്കളെ, മറ്റ് ജീവികളും നിങ്ങളെ ആക്രമിച്ചേക്കാം, നിങ്ങളുടെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ വാതിൽ അടച്ചു കിടക്കണം. നിങ്ങൾ പാത്രം അടച്ചു വെക്കണം, വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും പാത്രങ്ങൾ അടച്ചു വെക്കണം. സാധ്യതകൾ, അപകട സാധ്യതയുടെ കവാടം റസൂൽ അടക്കുകയാണ്. പാമ്പുകൾ വ്യാപകമായിട്ടുള്ളൊരു ഒരു കാലഘട്ടമാണിത്. ചാനൽ തുറന്നു നോക്കിയാൽ പാമ്പിന്റെ അക്രമം, പത്രങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെ. പാമ്പിൻ്റെതായിരിക്കുന്ന അക്രമങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അവിടെയും ചില കരുതലുകൾക്ക് വേണ്ടിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇലാ അവ ഇലാ ഫിറാശിഹി ഫൽയൻഫുദ് ഫിറാശഹു ഫഇന്നഹു ലാ യദ്രി മാ ഖൽഫ. നിങ്ങൾ ബെഡിൽ ചെന്നിട്ട് അത് കിടന്നുകൂടരുത്, അതൊന്ന് മുട്ടി വിരിക്കണം. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ റസൂൽ പറയുന്നത്? അതിന്റെ പിന്നിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. വല്ല ഇഴജന്തുക്കളും അവിടെ വന്നൊളിച്ചിരിക്കാം, സൂക്ഷിക്കണം. അപകട സാധ്യത റസൂൽ സൂചിപ്പിക്കുകയാണോ? അതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോൾ റസൂൽ പറയുന്നൊരു നിർദ്ദേശമുണ്ട്, നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോ നിങ്ങൾ അത് ഒന്നെടുത്ത് മുട്ടി നോക്കണം. ഷൂ ഒക്കെ ധരിക്കുന്ന ആൾക്കാർ
ഷൂ ധരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും അതിന്റെ ഉള്ളിൽ രാത്രിയിൽ എന്ത് പോയി ഒളിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മുട്ടിയിട്ട് അതിന്റെ ഉള്ളിലൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കരുതലാണ് റസൂൽ നമ്മളോട് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. നമ്മൾ ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇനി നിങ്ങൾക്ക് അതിന്റെ ഒരു ആത്മീയ മേഖല കൂടി റസൂൽ പഠിപ്പിച്ചു തന്നു. ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നബിയെ, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കടിച്ചു കളഞ്ഞു, കുത്തിക്കളഞ്ഞു. അതിന്റെ വേദന എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആത്മീയ രീതി പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ഭൗതിക രീതിയാണെങ്കിൽ ആത്മീയ രീതി റസൂൽ പറഞ്ഞു കൊടുത്തു. നീ പറഞ്ഞില്ലേ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ പ്രാർത്ഥന ഓരോ ദിവസവും വിശ്വാസി രാവിലെയും വൈകുന്നേരവും 3 തവണ പറയണമെന്ന് റസൂല് പറയുന്നുണ്ട്. ഇത് നീ ഇന്നലെ വൈകുന്നേരം പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നുവെങ്കിൽ ആ തേള് നിന്നെ കടിക്കുകയില്ലായിരുന്നു എന്നാണ് റസൂല് പറഞ്ഞത്. ആത്മീയമായ മാർഗമാണത്. നേരത്തെ പറഞ്ഞത് ഭൗതികമായ രീതി. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു ഇസ്മുഹു ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ 3 തവണ ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഇഴജന്തുക്കളും എന്നല്ല, ഒരു രീതിയിലുള്ള പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂലിന്റെ വാക്കാണ്. സ്ഥിരമായി ഈ 2 ദിക്റുകള് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. നിങ്ങൾ നോക്ക്, ഭക്ഷണം കഴിക്കുന്ന രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. ആരോഗ്യ സംരക്ഷണമാണ് റസൂൽ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തിന്നാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അമിതമായി പോകരുത്. അത് പല രോഗങ്ങൾക്കും കാരണമാകും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂല് ചെരുപ്പ് ധരിക്കുന്നതിനെ പറ്റി ഒരു നിർദ്ദേശവും കൂടി നൽകി. നിങ്ങൾ ഒറ്റ ചെരുപ്പിട്ട് നടക്കരുത് എന്ന്. ഒരു ചെരുപ്പിൽ നടക്കരുത്. എന്താണ് ഇതിന്റെ കാരണം? വൈദ്യശാസ്ത്രം ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. തേയ്മാനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്, ബാലൻസുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയും മനുഷ്യന്റെ ആരോഗ്യ സുരക്ഷിതത്വമാണ് റസൂല് പഠിപ്പിക്കുന്നത്. അതുപോലെ റസൂല് വെള്ളം കുടിക്കുമ്പോൾ റസൂല് സ്വീകരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. 3 മുറുക്കായിട്ടാണ് റസൂല് കുടിച്ചത്. ഒന്നായിട്ട് അങ്ങ് വിഴുങ്ങി കുടിക്കുന്ന രീതിയല്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇത്തരം കരുതലുകൾ നമുക്കുണ്ടായിരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.